ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ എന്താ നോക്കേ, കുറച്ച് റിച്ച് മീനാണ് കേട്ടോ. നല്ല ഒന്നാം തരം ചാള കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്വന്തം ചാള. ചിലതിൻ്റെ മത്തി എന്നൊക്കെ പറയും, എന്നാലും നമ്മൾ ചാള എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി മീൻകറി നമുക്കിന്ന് സെറ്റാക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തിക്കറി വെച്ചാലോ. മത്തിയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, മുഴുവൻ മത്തി എടുത്തിട്ടില്ല, ഒരു 3 കഷ്ണം ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിന്ന് നമ്മുടെ സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈലൊരു മീൻകറിയാണ്. നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ഒന്നാം തരം ഒരു മീൻകറിയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. കണ്ടോ, കുറച്ച് ചെറിയ ഉള്ളിയും ഒരു 4-5 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ഇത്രയും കൂടി നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കറി വെക്കുന്ന ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഈ ചതച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഒന്നും ഇപ്പോൾ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എണ്ണയും മസാലയൊക്കെ നന്നായിട്ട് അതിലോട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ്. നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് തീയൊന്നും കത്തിച്ചിട്ടില്ല. ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ 2ാം പാൽ നമുക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിനി വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിനകത്ത് കിടന്ന് വേണം നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങുമ്പം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. നമ്മൾ ഇതിനകത്ത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല, മാങ്ങയുടെ പുളി തന്നെയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചാള മീൻ ചേർത്ത് കൊടുക്കാം. മീൻ നമുക്കതിലേക്ക് ചേർക്കാം. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചാളയുടെ പരിഞ്ഞിലാണ്, ഇതിന്റെ പരിഞ്ഞിൽ എന്നാണ് പറയാം. അപ്പൊ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് വറുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് എന്തായാലും കറിയിൽ ചേർക്കാൻ പോവാണ്. ഇനി നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരല്പം കുറവാണ്, ഞാൻ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ സ്പൂൺ വെച്ചൊന്നും ഇളക്കാൻ പാടില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം മീനൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല കുറുകിയ 1ാം പാൽ നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. കടുകൊന്നും ഞാൻ ചേർക്കുന്നില്ല, ചെറിയ ഉള്ളിയും നമ്മുടെ വെളിച്ചെണ്ണയും മാത്രം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ താളിപ്പ് നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ മീൻകറി. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി തയ്യാറായിട്ടുണ്ട്. മാങ്ങയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല ഒന്നാം തരം മീൻകറിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.